വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആദ്യം ചിന്തയിലടങ്ങാ സിന്ധു സമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 3 വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഭയം മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ദാവീദ് ഈ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ, അതായത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൻ്റെ ജീവിതത്തിലും ഭയത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഭയം തോന്നുമ്പോൾ എനിക്ക് വിശ്വാസമില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല. ഭയം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് പകരം ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കണം. ദാവീദ് തൻ്റെ സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടാമായിരുന്നു. ശത്രുക്കൾ അവനെ ചുറ്റിയിരുന്നു. എന്നാൽ അവൻ തൻ്റെ പ്രശ്നത്തേക്കാൾ വലിയവനായ ദൈവത്തെ നോക്കി. നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, എന്നാൽ നമ്മുടെ ദൈവം അതിലും വലിയവനാണ്. നമ്മുടെ കൈകളിൽ പരിഹരിക്കാനാകാത്ത ചില കാര്യങ്ങളുണ്ടാകാം. മനുഷ്യരുടെ സഹായം പരിമിതമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിക്ക് പരിധിയില്ല. അതുകൊണ്ട് നമ്മുടെ ഭയങ്ങളും ഭാരങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രശ്നങ്ങൾ ഉടൻ മാറിയില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിന് സമാധാനം ലഭിക്കും. കാരണം എൻ്റെ പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടതല്ല, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ട്. ഭയത്തെ നമുക്ക് വിശ്വാസമാക്കി മാറ്റുവാൻ കഴിയും. ഭയം പറയുന്നത് എല്ലാം നഷ്ടപ്പെടും എന്നാണ്. എന്നാൽ വിശ്വാസം പറയുന്നത് ദൈവം എന്നെ കൈവിടുകയില്ല. ഭയം ചിലപ്പോൾ എൻ്റെ വഴി അടഞ്ഞു എന്ന് പറയുമ്പോൾ, വിശ്വാസം പറയുന്നു ദൈവത്തിന് വഴി തുറക്കുവാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ ഭയം വരുമ്പോൾ ഈ വചനം നമുക്ക് ഹൃദയത്തിൽ ആവർത്തിച്ച് പറയാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കാരണം നമ്മുടെ ദൈവം ഭയങ്ങളേക്കാൾ വലിയവൻ, നമ്മുടെ പ്രശ്നങ്ങളേക്കാൾ ശക്തൻ. അവൻ നമ്മോട് കൂടെ ഉള്ളവനാണ്. പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഭയം എന്നെ മൂടുമ്പോൾ നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.